ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ചെമ്മീൻ തീയലാണ്. മുരിങ്ങക്കായ ഇട്ട് വെച്ച ചെമ്മീൻ തീയലാണ് കേട്ടോ അത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെല്ലുള്ളി ഒരെണ്ണം, മുരിങ്ങക്കായ 2 കുറച്ച് നാളികേരക്കൊത്ത്, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉണക്കച്ചെമ്മീൻ, പിന്നെ പുളിക്ക് നമ്മളിടുന്നത് മാങ്ങയാണ് കേട്ടോ, പിന്നെ നാളികേരം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ ഇത്ര മതി നമുക്ക്. പക്ഷെ ഞാൻ കുറച്ച് എല്ലാം കൂടെ ഒന്നിച്ച് വറുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു വൈറ്റ് കളറാവണം. അതാണ് നമ്മുടെ ചെമ്മീൻ്റെ പരുവം. അതായത് ഇപ്പോൾ ഈ ഒരു ബ്രൗൺ കളറുള്ള ചെമ്മീൻ നമുക്കൊരു വൈറ്റ് കളറാവണം. അതായത് ഇത് വറുത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കളറിലേക്ക് അത് മാറും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം കുറച്ച് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളെ ചെമ്മീൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനെ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഇതൊന്ന് കളർ മാറി വരും. പിന്നെ നമ്മൾ ഇത്രയും എടുത്തത് കാരണമാണ് ഒരു 5-10 മിനിറ്റുള്ള സമയം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ. അപ്പോൾ അത് ചൂടാറാൻ വെച്ചു. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരത്തിലാണ് നമ്മളെല്ലാ മസാലപ്പൊടികളും ഇടുന്നത്. അപ്പോൾ നാളികേരം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എൻ്റെ നാളികേരമൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പച്ചമുളക് ഓൾറെഡി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് കാരണമാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരുപാട് എരിവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ നമ്മൾ ഇത് ഇളക്കി കൊടുത്താൽ മതിയാവും, ഈ മുളക് പൊടീൻ്റെ ഒരു റോ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ചൂടാറാൻ വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അത് അരച്ച് മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, കണ്ടില്ലേ? നമ്മുടെ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ ഇങ്ങനെ ഉടച്ച് കളയണം. അപ്പോൾ ഒരു ചിരട്ടയുടെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തലയും വാലൊക്കെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി വറുത്ത് വെച്ച ചെമ്മീനായത് കാരണം നമുക്കിത് പെട്ടെന്ന് ഉടഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉടച്ചെടുക്കാം. ഇതിൻ്റെ തലയും വാലും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിത് കളയാം. നല്ല ഭാഗം മാറ്റി തലയും വാലുള്ള ഭാഗം നമുക്ക് കളയാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ചേറി എടുക്കുന്നു. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ മുറത്തിൽ എടുക്കുന്നതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെവിടെയൊക്കെ നമ്മൾ മുറത്തിൽ ചേറി എടുക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലയും വാലും വേറെ കിട്ടും, നല്ല ഭാഗം വേറെയും കിട്ടും. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഞാൻ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ എൻ്റെ ഉള്ളി കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ കളറൊന്ന് മാറിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി. അപ്പോൾ ഞാനിതിലേക്ക് നാളികേരം അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നാളികേരം ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ എൻ്റെ കറിയുടെ കൺസിസ്റ്റൻസി.
ഇത് നമുക്ക് കുറുക്കിയെടുക്കണം, ഇങ്ങനെ വെള്ളത്തോടെയല്ല. ഇത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഈ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴേക്കും നമ്മൾ മുരിങ്ങക്കായയിലേക്കൊക്കെ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ പിടിക്കും. ഇനി നമുക്കിതിലേക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ചെമ്മീനാണ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചെമ്മീൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനി നമുക്കൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതെൻ്റെ കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കറിവേപ്പിലേൻ്റെ സ്മെല്ല് നല്ലപോലെ കറിയിലേക്ക് പിടിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ചെമ്മീനും വെന്തു, മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്. അതിന് ശേഷമാണ് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ തീയലിൽ പുളിയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പച്ചമാങ്ങ കിട്ടി. അപ്പോൾ പച്ചമാങ്ങ കിട്ടിയതുകൊണ്ട് നമ്മളിതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് മാങ്ങ ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കുത്തി ഇളക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മുരിങ്ങക്കായ ഇത് ഉടഞ്ഞു പോവും. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ എൻ്റെ കറി നല്ല പോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വറവിടുകയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ടേ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇടാം. അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചെറിയ ഉള്ളി നല്ലപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന വറവ് തന്നെയാണിത്. അപ്പോൾ അത് കറിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുരിങ്ങക്കായൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.